വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് തറക്കല്ലിട്ടു. തറക്കല്ലിടൽ നിർവഹിച്ചു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഒരുമയും ഐക്യവുമാണ് ദൌത്യത്തിന്റെ ശക്തി. കേന്ദ്രം സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ലെന്നും പിണറായി വിജയൻ. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീടുകൾ കൂടി ഉണ്ടാകുമെന്ന് വി ഡി സതീശൻ. കേരളത്തോട് കേന്ദ്ര സർക്കാരിന് വിവേചനമില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി. രാജ്യസഭയിൽ കണക്കുകൾ നിരത്തി നിർമ്മല സീതാരാമൻ. നരേന്ദ്രമോദി കേരളത്തെ പിന്തുണച്ചതുപോലെ മറ്റാരും പിന്തുണച്ചിട്ടില്ലെന്നും പ്രതികരണം. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലുള്ളവർക്കിടയിൽ HIV വ്യാപനം. HIV ബാധിച്ചത് ഒരേ സിറിഞ്ചിൽ നിന്ന് ലഹരി ഉപയോഗിച്ച 10 പേർക്ക്. 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികൾ. മലപ്പുറം താനൂരിൽ ലഹരിക്ക് പണം നൽകാത്തതിന് യുവാവ് മാതാപിതാക്കളെ ആക്രമിച്ചു. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജിയിൽ ഹൈക്കോടതി വിധി നാളെ. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം വേണമെന്ന ആവശ്യം. വിധി പറയുന്നത് ഗിരീഷ് മാത്യു കുഴൽനാടനും നൽകിയ ഹർജിയിൽ. മുനമ്പം കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി സർക്കാർ. ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ. അപ്പീൽ നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കും. വിവാദ പരാമർശവുമായി KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വകാര്യ സർവകലാശാല ബില്ലിലെ സഭാ ചർച്ചയിലെ ദൈർഘ്യം നീണ്ടുപോയതിൽ സ്പീക്കർക്കെതിരെ പരോക്ഷ വിമർശനം. ക്രിമിനൽ കുറ്റമാണെങ്കിൽ സഹതപിക്കുക മാത്രമേ നിർവാഹമുള്ളൂ. താനെത്തിയത് ലീഗ് കോട്ടയായ മലപ്പുറത്തു നിന്നും. സ്വാഭാവികമായി ഉശിരു കൂടുമെന്നും ജലീലിന്റെ പോസ്റ്റ്. കൊടകര കുഴൽപ്പണക്കേസ് ലോക്സഭയിൽ ഉന്നയിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. ED കേസ് അന്വേഷണം BJPക്കായി അട്ടിമറിച്ചെന്ന് ആരോപണം. പണമെത്തിയത് കേന്ദ്ര നേതാക്കളിൽ നിന്ന്. രാഷ്ട്രീയ ബന്ധം ED അന്വേഷിച്ചില്ല. പാർലമെന്റിൽ ബഹളം വെച്ച BJP അംഗങ്ങൾ. കൂടുതൽ സംസാരിക്കാൻ കൊടിക്കുന്നിലിനെ അനുവദിക്കാതെ ചെയർ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചു. പുടിന്റേത് റഷ്യ-യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ആദ്യ ഇന്ത്യൻ സന്ദർശനം. തിയേറ്ററുകൾ ഇളക്കിമറിച്ച് എമ്പുരാന്റെ മാസ് എൻട്രി. കൊച്ചിയിലെ ആദ്യ ഷോയ്ക്കെത്തി മോഹൻലാലും പൃഥ്വിരാജും അണിയറ പ്രവർത്തകരും. റെക്കോർഡുകൾ തകർത്ത് ആദ്യദിന കളക്ഷൻ. സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. വ്യാജ പതിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നവരും നിരീക്ഷണത്തിൽ.